ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജെറ്റ് ലി എന്ന സിനിമയെക്കുറിച്ചാണ്. ജിയോ സിനിമ OTT ആപ്പിൽ ഈ ചിത്രം ലഭ്യമാണ്. സത്യ, വെണ്ണല കിഷോർ തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഇതൊരു ഫൺ എലമെന്റ്സ് ഉള്ള ഒരു ഏവിയേഷൻ ത്രില്ലറാണെന്ന് തന്നെ പറയാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ പ്രജാപതി എന്ന് പറയുന്ന ഒരാൾ 15,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കടന്നു കളയുകയാണ്. അയാളെ എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാൻ റിയ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഒരു ടീം ശ്രമിക്കുന്നു. ആ ഫ്ലൈറ്റ് യാത്രയിൽ അയാളെ രക്ഷിക്കാൻ ഒരു ടീമും കൊലപ്പെടുത്താൻ മറ്റൊരു ടീമും ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ പലരും ആ വിമാനത്തിലുണ്ട്. അതിലൊരാളാണ് നമ്മുടെ നായകനായ സത്യ. ഇയാൾക്ക് പെട്ടെന്ന് പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോകുന്നു. അപ്പോൾ സത്യയുടെ മിഷൻ എന്താണ്? സത്യ ശരിക്കും ആരാണ്? അയാളുടെ ഉദ്ദേശം എന്താണ്? പ്രജാപതിക്ക് അവസാനം എന്ത് സംഭവിക്കുന്നു? ക്ലൈമാക്സിനോടടുക്കുമ്പോൾ സത്യയുടെ ഐഡന്റിറ്റി വെളിവാകുന്നുണ്ടോ എന്നതൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ബോൺ ഐഡന്റിറ്റി സ്റ്റൈലിലാണ് നായകന്റെ ഓർമ്മ പോകുന്നതും പിന്നീട് അയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുന്നതും. ആ വെളിപ്പെടുത്തലുകളെല്ലാം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. സിനിമയിൽ ഫൺ എലമെന്റ്സ് ചേർത്ത രീതിയും നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നായകനും വെണ്ണല കിഷോറും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളെല്ലാം നല്ല രസമായിരുന്നു. ആദ്യ പകുതി വരെ എല്ലാം ഓക്കെയാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ പല കാര്യങ്ങളും വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ കഥ കൊണ്ടുപോയ രീതി വളരെ സാധാരണമായി തോന്നി. കുറേ കാര്യങ്ങൾ ആവർത്തിക്കുന്നത് പോലെ തോന്നിപ്പിച്ചു. കോമഡികൾ പലതും നിർബന്ധിച്ച് തിരികെ കയറ്റിയതുപോലെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നു. ക്ലൈമാക്സിലെ ചില ട്വിസ്റ്റുകൾ കൊള്ളാമായിരുന്നു. എന്നിരുന്നാലും സിനിമ കുറച്ചുകൂടി എൻഗേജിംഗ് ആക്കാമായിരുന്നു. ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 2.6/5 ആണ്. OTTയിൽ ഒരു ടൈം പാസിന് വേണ്ടി വേണമെങ്കിൽ കണ്ടുനോക്കാം. അഡൾട്ട് കണ്ടന്റ് ഒന്നുമില്ല. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മൂവി സ്റ്റുഡിയോ ഫിലിം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റിവ്യൂവിൽ കാണാം.